ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിൽ 11ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മുടെ പ്ലഡ്ജിൻ്റെ കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ട്, വായിക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ. വേഷം, ഭാഷ, ആചാരം തുടങ്ങിയവയിലെല്ലാം പുലർത്തുന്ന വൈവിധ്യങ്ങളാണ് ഇന്ത്യയെ ഒരു വ്യത്യസ്ത രാജ്യമാക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ജനജീവിതം തുടങ്ങിയവയിലൊക്കെയും ഈ വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. ഇത്രയേറെ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ജാതിമത ഭാഷഭേദമന്യേ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒറ്റക്കെട്ടായി ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാർ. ഇവിടെ എന്താ പറയുന്നേ? ഇവിടെ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ഒത്തൊരുമയോടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ജനജീവിതം തുടങ്ങിയവയിലൊക്കെയും വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേഷം, ഭാഷ, ആചാരം തുടങ്ങിയവയിലെല്ലാം എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ജാതിമത ഭാഷ ഭേദമന്യേ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായാണ് ജീവിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇന്ത്യ സ്ഥാനവും അയൽരാജ്യവും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വൻകരകളെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൽരാജ്യങ്ങൾ നമ്മൾ ഭൂപടത്തിൽ നോക്കി മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അയൽരാജ്യങ്ങളായിട്ട് ഏതൊക്കെ വരും? ചൈനയുണ്ട്, അതുപോലെ തന്നെ ഭൂട്ടാനുണ്ട്, പിന്നെ നേപ്പാളുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനുണ്ട്. ഇനി നോക്കിക്കേ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാം? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് സമുദ്രം കാണാം അല്ലേ? അതേത് സമുദ്രമാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതുപോലെ തന്നെ ഈ സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലെന്നും അറിയപ്പെടുന്നു. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏതാ കാണുന്നത്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലെന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നോക്കിയേ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഭരണസൗകര്യത്തിനായി ഇന്ത്യയെ 29 സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ എത്രയാണ്? 28 ഉള്ളൂ. ഇത് പഴയ പുസ്തകമല്ലേ? അപ്പോൾ 2014 ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം, സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണകേന്ദ്രങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത്? തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാനമാണ് ഡൽഹി. സംസ്ഥാനങ്ങളെ കൂടാതെ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എന്നീ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട്. എന്നാൽ 6 അല്ല, ഇപ്പോഴെത്രയാണ്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമുക്കുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി. ഓക്കെ, നമുക്ക് 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീർ സംസ്ഥാനം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. ലഡാക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി രൂപീകരിച്ചു. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇന്ത്യയുടെ തെക്കായിട്ട് ഇന്ത്യൻ മഹാസമുദ്രം കാണിച്ചിട്ടുണ്ട്. ഒരു യൂണിയൻ ടെറിട്ടറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. അതുപോലെ തന്നെ കിഴക്കായിട്ട് ബംഗാൾ ഉൾക്കടലുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറായിട്ട് അറബിക്കടൽ കാണിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഓരോ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ തലസ്ഥാനവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി. നോക്കിക്കേ, ഇന്ത്യ ഭൂപ്രകൃതി. നമ്മൾ ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് നോക്കുന്നത്. എന്താ നോക്കിക്കേ, പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഭൂമിയിലുണ്ട്.
ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി. ചെറുതും വലുതുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശവും അതുപോലെ തന്നെ മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. എന്തൊക്കെയാണ്? ചെറുതും വലുതുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും അതുപോലെ തന്നെ വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശവും അതോടൊപ്പം ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. നോക്കിക്കേ, ഇന്ത്യയിലെ പർവ്വതങ്ങൾ. ഇവിടെ എന്താ പറയുന്നത്? ചിത്രത്തിൽ എന്താ കാണിച്ചേക്കുന്നത്? ചിത്രത്തിൽ നമുക്ക് ഹിമാലയ പർവ്വതവും അതോടൊപ്പം പശ്ചിമഘട്ട നിരകളും കാണിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞേക്കുന്ന വായിച്ചു നോക്കാം. ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തെക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പർവ്വതനിരകൾ. അവയുടെ പ്രത്യേകത എന്താണ്? ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. നോക്കിക്കേ, ഇന്ത്യയിലെ സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കുഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട്. ഹിമാലയ പർവ്വതങ്ങൾക്ക് തെക്കുഭാഗത്ത് അത് നോക്കി വെക്കുക. ഹിമാലയ പർവ്വതങ്ങൾക്ക് തെക്കുഭാഗത്ത് വിശാലമായൊരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ സമതലം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഹിമാലയത്തിൽ നിന്ന് നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. സമതല പ്രദേശം എങ്ങനെ അറിയപ്പെടുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ. ഈ ഫലഭൂഷ്ഠ സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വിളകളാണ്? നെല്ല്, ചോളം, ഗോതമ്പ്, കരിമ്പ്. ഓക്കെ. ഇനി എന്താ പറയുന്നത്? അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്? ഇന്ത്യയുടെ ഭക്ഷ്യകലവറ. അവിടെ നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവ കൃഷി ചെയ്യാറുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ. ഇവിടെ ഗംഗാ സമതലത്തിന്റെ ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? നോക്കിക്കേ, ഇന്ത്യയിലെ മരുഭൂമി എന്താ പറയുന്നത് നോക്കിക്കേ. വീശിയടിക്കുന്ന കാറ്റും കൊടുംചൂടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽക്കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. രാജസ്ഥാൻ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടൊക്കെ ഉള്ളത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഥാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. അപ്പോൾ ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറാണ് രാജസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നോക്കിക്കേ, ഇന്ത്യയിലെ പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. പീഠഭൂമികളുടെ പ്രത്യേകത എന്താണ്? മറ്റുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ. ഇവിടെ ഡെക്കാൻ പീഠഭൂമിയുടെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. സമുദ്രത്തോടാണ് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് തീരപ്രദേശങ്ങൾ. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ. ഇവിടെ തീരപ്രദേശത്തിന്റെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ഇന്ത്യയിലെ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപസമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും
ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളും. ഓക്കെ, ഇവിടെ ലക്ഷദ്വീപിൻ്റെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇന്ത്യയിലെ നദികളെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു മിക്ക പർവ്വതനിരകളിൽ നിന്നുമാണ് നദികൾ ഉത്ഭവിക്കുന്നതെന്ന്. ഇനി നോക്കിക്കേ, ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, തപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അപ്പോൾ പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഓക്കെ, ഇവിടെ ഗംഗാ നദിയുടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, മഴക്കാലമുണ്ട്, അതുപോലെ തന്നെ വേനൽക്കാലമുണ്ട്, നമുക്ക് തണുപ്പ് കാലവും അനുഭവപ്പെടാറുണ്ട് അല്ലേ. ഇത് നോക്കിക്കേ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. എന്നാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. പിന്നെ എന്താണ്? അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടോബർ, നവംബർ. അപ്പോൾ ഈ 2 കാലയളവാണ് നമ്മുടെ ഇന്ത്യയിൽ മഴ അനുഭവപ്പെടുന്നത്. ഇനി നോക്കിക്കേ, അറബിക്കടലിനോട് ചേർന്ന് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. അറബിക്കടലിനോട് ചേർന്ന് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവിൽ ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് എവിടാണ്? മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ്. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇവിടെ മഴക്കാലത്തിൻ്റെയും അതുപോലെ തന്നെ ശൈത്യകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയൊക്കെ ദൃശ്യം കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. നമ്മൾ ഇത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. നമുക്ക് അറിയാലോ, തണുപ്പൊക്കെ അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. പിന്നെ ഫെബ്രുവരി തൊട്ടല്ലേ നമ്മൾ പഠിച്ചത് തണുപ്പ് മാറിയിട്ട് എന്ത് വരുന്നു? വേനൽക്കാലം. നോക്കിക്കേ, ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണല്ലേ. അപ്പോൾ ശൈത്യകാലം കഴിയുമ്പോൾ എന്താണ് വരുന്നത്? വേനൽക്കാലമാണ് അല്ലേ, ഉഷ്ണകാലമാണ് വരുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉഷ്ണകാലമാണ്. നോക്കിക്കേ, നമുക്ക് ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. നോക്കിക്കേ, മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. എന്താണ്? മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. ഇവിടെ മഴക്കാടിൻ്റെയും അതോടൊപ്പം ഇലപൊഴിയും കാടിൻ്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ മുതലായ അനേകം പക്ഷി മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സമ്പത്താണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്താണ്? സസ്യജന്തുജാലങ്ങളെ കൊണ്ട് നിറഞ്ഞത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം നൈസർഗിക സസ്യജാലങ്ങളും കാണാം. ഇവിടെ നോക്കിക്കേ, പുൽപ്രദേശവും അതോടൊപ്പം മുൾക്കാടിൻ്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നമ്മൾ ഇന്ത്യക്കാർ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ ഇവയിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ജനജീവിതത്തിലും എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷണമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് എന്താണ്? ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം. അപ്പോൾ ആഹാര രീതിയിലും പ്രാദേശികമായിട്ട് എന്തുണ്ട്? വ്യത്യാസങ്ങൾ ഉണ്ട്. ഇനി നോക്കിക്കേ,
ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം. ആഘോഷങ്ങളിലുമുണ്ട് വൈവിധ്യങ്ങൾ. കേരളീയരുടെ ദേശീയോത്സവമാണ് ഓണം. തമിഴ്നാട്ടിൽ പൊങ്കലാണ് പ്രധാന ആഘോഷം. ആസാമിലെ ബിഹു, ഉത്തരേന്ത്യയിൽ ഹോളി എന്നിങ്ങനെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളുണ്ട്, വസ്ത്രധാരണ രീതിയിലെ വ്യത്യാസമുണ്ട്, പിന്നെന്താണ്, ഭക്ഷണ രീതിയിലും വ്യത്യാസമുണ്ട്. നാം വസിക്കുന്ന പ്രദേശങ്ങളെക്കാൾ തികച്ചും വിഭിന്നമാണ് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങൾ. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സസ്യജന്തുജാലങ്ങളിലും മാനവ ജീവിതത്തിലും വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം അതീതമായ ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. ഇന്ത്യയുടെ സമൃദ്ധവും വൈവിധ്യപൂർണവുമായ പാരമ്പര്യത്തിൽ തീർച്ചയായും നാം അഭിമാനം കൊള്ളുക തന്നെ ചെയ്യും. നോക്കിക്കേ, ഇവിടെ ക്രോഡീകരിച്ച് പറഞ്ഞേക്കുവാണ്, അത് നോക്കാം. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇന്ത്യയിൽ 28 സംസ്ഥാനമാണുള്ളത്, എന്നാൽ 8 കേന്ദ്രഭരണ പ്രദേശം ഉണ്ട്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവ ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അതോടൊപ്പം എന്താ പറയുന്നത്, ഇന്ത്യയിലെ പ്രധാന നദികളാണ് ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇന്ത്യയിലെ കാലങ്ങൾ എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്? മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം. പിന്നെന്താണ്? മഴക്കാട്, ഇലപൊഴിയും കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ഭാഷ, വേഷം, ഭക്ഷണ രീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.